ഇന്നലെ രാവിലെ നമ്മളെല്ലാവരും വളരെ വേദനാജനകമായ ഒരു ന്യൂസാണ് രാവിലെ കേട്ടത്. ഒരു കുഞ്ഞ് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചു. അപ്പം ഷോക്കേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് പെട്ടെന്ന് ഇനി ഫാനിൻ്റെ സ്വിച്ചോ ലൈറ്റിൻ്റെ സ്വിച്ചോ ഒക്കെ ഇട്ടപ്പോൾ അതിൽ നിന്ന് ഷോക്കേറ്റതാണോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല. ഒരു ഷെഡിന് മുകളിൽ കയറി വീഴാൻ തുടങ്ങിയപ്പോൾ അവിടെ അതിന് മുകളിലൂടെ പോയിരുന്ന KCB ലൈനിൽ പിടിച്ചപ്പോഴാണ് ഷോക്ക് അടിച്ചതെന്ന് പറയുമ്പോൾ എത്രമാത്രം അനാസ്ഥ, എത്ര അധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനാസ്ഥയാണ് അവിടെ പുറത്ത് വരുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് KSEBയുടെ, പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും മറ്റും, സ്കൂൾ മാനേജ്മെൻറ്റ് PTA ഉണ്ട് അവരുടെയൊക്കെ, അതിനുശേഷം ഗവൺമെൻറ്, ഇവരൊക്കെ എന്തെടുക്കുകയാണെന്നുള്ളതാണ്. ഇപ്പം ഈ ജൂണിലല്ലല്ലോ ആ ഷെഡ് അവിടെ പണിഞ്ഞത്, ആണോ? എത്ര വർഷങ്ങളായിട്ട് ആ ഷെഡ് അവിടെ ഉള്ളതായിരിക്കും, 2-3 വർഷമായിട്ട് എന്തായാലും ആ ഷെഡ് അവിടെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷങ്ങളിലൊക്കെ ഇൻസ്പെക്ഷൻ നടന്നപ്പം ആരും ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ ഒരു ഷെഡ് അവിടെ ഉള്ളതും അതിന് മേളിലൂടെ ഈ KSEB ലൈൻ പോകുന്നതും? തന്നെയല്ല, അവർ അങ്ങനൊരു ബിൽഡിംഗ്, അങ്ങനെ ഒരു കെട്ടിടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെഡ് അവിടെ പണിഞ്ഞപ്പോൾ KSEB എന്ത് ധൈര്യത്തിലാണ് അതിന് മേളിൽ കൂടെ ആ ലൈൻ വലിച്ചത്? അപ്പം KSEBയുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ കൂട്ടത്തിൽ ഇനിയും PTA എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാ സ്കൂളിലും, അവരാരും കണ്ടിട്ടില്ല ഇങ്ങനൊരു ലൈൻ ഈ ഷെഡിന് മുകളിലൂടെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അവരുടെയും അനാസ്ഥ അവിടെ ഉണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥയുണ്ട്, സർക്കാരിൻ്റെ അനാസ്ഥയുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു അപകടം ഉണ്ടായി. ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ പ്രതികരിക്കേണ്ട രീതിയിലാണോ ഒരു മന്ത്രി, 2 മന്ത്രിമാർ പ്രതികരിച്ചിട്ടുള്ളത്? മൃഗസംരക്ഷണ വകുപ്പാണെങ്കിലും നമ്മുടെ സൂംബ റാണി പറഞ്ഞത് അവരുടെ സ്ഥലമല്ലേ കൊല്ലം, അവിടെ തേവലക്കര സ്കൂളിലെ കുഞ്ഞല്ലേ മരിച്ചത്, അപ്പം കുഞ്ഞ് വലിഞ്ഞു കയറിയിട്ടല്ലേ എന്നാണോ അവർ ചോദിക്കേണ്ടത്? അവർ എങ്ങനെ വലിഞ്ഞു കയറാതിരിക്കും? കുഞ്ഞുങ്ങൾ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? നമ്മുടെ ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി സാറല്ലേ. പുള്ളി എങ്ങനെയാണ് ചെയ്ത്, പുള്ളിയൊക്കെ മോഡലാക്കിയതായിരിക്കും. കാരണം നിയമസഭയിൽ എന്താ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കൂടെ ഓടുന്നു, ബെഞ്ചിന് മുകളിൽ കൂടെ ഓടുന്നു, കസേരയൊക്കെ ചെയറൊക്കെ പറക്കുവാണ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലേ നമ്മുടെ യുവതലമുറ വളരുന്നത്. അവർ അദ്ദേഹത്തിനെ മോഡൽ ചെയ്തതായിരിക്കും. ഇനിയിപ്പം കുഞ്ഞുങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ശിവൻകുട്ടി മന്ത്രി എന്താ ചെയ്തത്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിക്കകത്തുനിന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, ഭാരതാംബയുടെ ഫോട്ടോ വെച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോഴേ ബഹിഷ്കരിച്ചിറങ്ങി പോയില്ലേ. അപ്പം കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത്. അവരെ നമ്മൾ എങ്ങനെ തെറ്റ് പറയും? ഇനിയും ചിഞ്ചുറാണി എന്ന് പറഞ്ഞാൽ സൂംബ റാണി എന്താ പറഞ്ഞത്? ഇവിടെ ഒരു അപകടം നടന്നു, പുള്ളിക്കാരി അവിടെ പോയി സൂംബ കളിക്കുകയാണ് വൈകുന്നേരം ആയപ്പം. എനിക്ക് ആ സൂംബ കളി കണ്ടപ്പം തോന്നിയത്, അമ്മയ്ക്ക് മരണവേദന മകൾക്ക് വീണവായന എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ല എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ ഒരു കുഞ്ഞിന് മരണം സംഭവിച്ചു. ഇപ്പം മൃഗസംരക്ഷണ വകുപ്പാണ് കൊടുത്തതെങ്കിൽ പോലും ആ മൃഗത്തിൻ്റെ എത്തായിട്ടുള്ള ഒരു ക്വാളിറ്റി പോലും കാണിക്കാത്ത കുറേ മന്ത്രിമാരും കുറേ വകുപ്പുകളും അതിലൊക്കെ ഉപരി ഒരു സർക്കാരും, അയ്യോ നമോ വാഗം.